ആറാമത്തെ എന്താ അവിൽ അലമിയത്തു വൽ ഉജ്മത്തു അലമിയത്തും ഉജ്മയും ഒരു ഇസ്മ അലമാവുക ഉജ്മയാവുക അപ്പൊ ഒരു മുൻസരിഫാവും. ഉജ്മ എന്ന് പറഞ്ഞാൽ അനറബി ഭാഷയിലെ പദമാവുക, അതാണ് ഉജ്മ. മനസ്സിലായില്ലേ? അപ്പൊ ഒരു ഇസ്മില് അലമിയത്ത് എന്ന സ്വഭാവവും ഉജ്മ എന്ന സ്വഭാവം ഒരുമിച്ച് കൂടിയാൽ ആ ഇസ്മ ഒരു മുൻസരിഫാവും. അങ്ങനെ നിരുപാധികം പറഞ്ഞു പോകാൻ പറ്റൂല, അതിന് ഷർത്തുകളുണ്ട്. വശർത്തുൽ ഉജ്മത്തി കൗനു അലമിയത്തിഹാ ഫിൽ ലുഗത്തിൽ അജമിയത്തി വസ്സിയാദത്തു അല സലാസത്തി. ഉജ്മ അലമിയത്തിനോട് കൂടെ സർഫിന് വിലങ്ങാൻ നിബന്ധന ഉണ്ട്. എന്താ അറിയോ? ആ ഉജ്മയായ പദം ഉണ്ടല്ലോ, ഈ അലമായ പദം, അത് അനറബി ഭാഷയിൽ തന്നെ അലമായിരിക്കണം. അനറബി ഭാഷയിൽ തന്നെ ആ ഇസ്മ അലമായി ഉപയോഗിക്കപ്പെടുന്നതായിരിക്കണം എന്നൊരു നിബന്ധന ഉണ്ട്. മാത്രമല്ല മൂന്നക്ഷരത്തേക്കാൾ കൂടുതൽ ഉണ്ടാവും വേണം. മൂന്നക്ഷരത്തേക്കാൾ കൂടുതൽ അക്ഷരം വേണം. പിന്നെ അനറബി ഭാഷയിൽ തന്നെ അത് അലമായി ഉപയോഗിക്കപ്പെടുന്ന പദവുമാവണം. ഈ ഷർത്ത് ഒരുമിച്ച് കൂടിയാലേ മനസ്സോർഫ് ഉണ്ടാവുള്ളൂ. ശരിയല്ലേ?